Hey all, Assalamu alaikum. Welcome back to my channel. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ വന്നിട്ട് ഒരു ഡെസ്ക് മേക്ക് ഓവർ ആണ്. ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഇൻസ്റ്റഗ്രാമിലൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ വർക്ക് സ്പേസിൻ്റെ ജസ്റ്റ് ഒരു ഫോട്ടോ. അപ്പോൾ അത് കണ്ട സമയത്ത് കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചു ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യുമോ. അതുപോലെ പെഗ് ബോർഡിനെ പറ്റിയിട്ടാണ് കുറേ പേര് ചോദിച്ചത്, എവിടുന്നാ വാങ്ങിയേ, എങ്ങനെ യൂസ് ചെയ്യണ്ടേ, അങ്ങനത്തെ ഡൗട്ട്സ് ഒക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇൻഷാല്ല എന്തായാലും അതിൻ്റെ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യുന്ന വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ അങ്ങനെ ഷൂട്ട് ചെയ്തെടുത്താണത്. അപ്പോൾ ഇതിൽ ഞാൻ എല്ലാതും തീർത്തിരുന്നതാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്ക്. പിന്നെ ഇതിൻ്റെ കുറേ കാലമായിട്ടുള്ള ആഗ്രഹമാണ് ഇങ്ങനെ ഒരു ഡെസ്ക് മേക്ക് ഓവർ ചെയ്യാൻ. അതുപോലെ പെഗ് ബോർഡ് കുറേ കാലമായിട്ട് എൻ്റെ വിഷ് ലിസ്റ്റിൽ കിടക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അൽഹംദുലില്ലാഹ് ഞാൻ ഇപ്പോൾ ഇത് വാങ്ങിച്ചു. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻസിലൂടെ എന്നെ അറിയിക്കാം കേട്ടോ. പിന്നെ നമ്മളുടെ ഒരു കുട്ടി ചാനലാണ്, അധികം സബ്സ്ക്രൈബേഴ്സ് ഒന്നും ആരുമില്ല. അപ്പോൾ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ടേബിളിൻ്റെ ആദ്യത്തെ ലുക്ക് വന്നിട്ടുണ്ടതിനെ. ഇത് ആകെ ഫുൾ മെസ്സി ആയിട്ട് കിടക്കുക. എക്സാംസ് ഒക്കെ കഴിഞ്ഞ പാടെ ഇട്ടിട്ടുണ്ടതിനാണ്. പിന്നെ വർക്കൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ കിടക്കുന്നുണ്ടാ. പിന്നെ ചെയ്യാൻ സമയം കിട്ടാറില്ല. ഞാൻ പിന്നെ അതിലേക്ക് വല്ലാതെ ടൈം ഇൻവെസ്റ്റ് ചെയ്യാറില്ല എന്ന് വേണം പറയാൻ. അപ്പോൾ ഫസ്റ്റ് നമ്മളെ പണി എന്താ വെച്ചാൽ എല്ലാതും എടുത്തിട്ട് ബെഡിൽ വെക്കുക. ബെഡിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ വെക്കുക. ടേബിള് ഒന്ന് ഒഴിക്കുക. പിന്നെ ഈ ടേബിള് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇത് സ്റ്റഡി ടേബിൾ എന്ന് വെച്ചിട്ട് വാങ്ങിച്ചാൽ ഇതൊരു കിച്ചൺ ടേബിളാണ്. ഇത് ഞാൻ സ്റ്റഡി എന്നുള്ളതിന് പകരം കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എനിക്ക് ഇരുന്നിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം നല്ല സ്പേഷ്യസ് സൈസുള്ളൊരു ടേബിള് അത്രേ നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ കണ്ടതിൽ വെച്ച് എനിക്ക് ഓക്കെ ആയത്, പെർഫെക്റ്റ് ആയിട്ട് തോന്നിയത് ഇതായിരുന്നു. അങ്ങനെ അതെടുത്തു. ഒരു 2-3 വർഷത്തിൻ്റെ അടുത്തായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ കണ്ട പോലെ മൊത്തത്തിൽ ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. വോളിൽ ഒട്ടിച്ച സ്റ്റിക്കേഴ്സും ഒക്കെ പാടെ എടുത്തിട്ട് മൊത്തം ഒന്ന് കംപ്ലീറ്റ് എടുത്ത് ഒഴിവാക്കി. ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി, നമ്മുടെ പെഗ് ബോർഡ് അൺബോക്സ് ചെയ്യാം. എൻ്റെ ഒരുപാട് കാലത്തെ ആഗ്രഹമാണ് പെഗ് ബോർഡ്. ഇത് കുറേ കാലത്ത് എൻ്റെ വിഷ് ലിസ്റ്റ് കിടന്നൊരു സംഭവമാണ്. ആൻഡ് ഫൈനലി ഇറ്റ്സ് ഹിയർ. ഇനി ഇതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇതിനെ വാങ്ങിച്ചത് ആമസോണിൽ നിന്നാണ്. അത്യാവശ്യം കോസ്റ്റ്ലി ആണ്. പിന്നെ ഇതിൻ്റെ സൈസ് ഇതിൻ്റെ ചെറുതും ഒക്കെ അവൈലബിൾ ആണെന്ന് തോന്നണു. എനിവേ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ കയറി ചെക്ക് ചെയ്ത് നോക്ക്. പ്രൈസൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വാങ്ങിച്ചാൽ മതി. ഒരിക്കലും കമ്പൽ ചെയ്യൂല. ബിക്കോസ് ഇതില്ലെങ്കിലും നിങ്ങൾക്ക് ഡെസ്ക് മേക്ക് ഓവർ ചെയ്യാം ഗൈസ്. പിന്നെ റെഫറൻസ് എടുക്കാൻ കയറിയ എനിക്ക് ഞാൻ കണ്ടത്, പിൻട്രസ്റ്റിൽ കണ്ടത്, എല്ലാ ഡെസ്കിൻ്റെ മുകളിലും ഈ പെഗ് ബോർഡ് ഉണ്ടാവും. പിന്നെ ഇത് അത്യാവശ്യം സാധനങ്ങളൊക്കെ അടുക്കി പെറുക്കി വെക്കാനുള്ളവർക്കാണെങ്കിൽ സംഭവം യൂസ്ഫുൾ ആണ്. അല്ലാതെ ജസ്റ്റ് ബുക്സും കുറച്ച് പെന്ന് പെൻസിലൊക്കെ ആണെങ്കിൽ ഓക്കെ. നിങ്ങൾ അങ്ങനെയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഇത് ഒരിക്കലും ഞാൻ സജസ്റ്റ് ചെയ്യില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് സാധനങ്ങൾ ഒതുക്കി വെക്കാനുള്ളവർക്കാണെങ്കിൽ ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മൾ ഒതുക്കി വെക്കുകയാണെങ്കിലും കാണാൻ തന്നെ നല്ല അടിപൊളി ലുക്കാണ്. പിന്നെ ഇതിന്റെ ബാക്ക് സൈഡിൽ ഒരു ഒട്ടിക്കുന്ന ടൈപ്പ് സംഭവമുണ്ട്. പീൽ ചെയ്തിട്ട് നമ്മൾ ചുമരുമ്പിൽ ഒട്ടിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഡ്രില്ല് ചെയ്തിട്ട് വേണമെങ്കിലും വെക്കാട്ടോ. അപ്പോൾ ഡ്രില്ല് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഇവിടെ എനിക്ക് സാധ്യമല്ലാത്തത് കൊണ്ട് ഞാൻ ഒട്ടിക്കാണ് ചെയ്തത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇത് വെച്ചിട്ട് ഏകദേശം ഒരു 2 ആഴ്ചൻ്റെ മുകളിലായിട്ടുണ്ടാവും. അപ്പോൾ ഇതുവരെ അങ്ങനെ ഊരിപ്പോരുന്ന അങ്ങനത്തെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. ഫൈനലി ഈ പെഗ് ബോർഡ് നമ്മൾ വാളിൽ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ കിട്ടിയിട്ടുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് ഇതിൽ അറേഞ്ച് ചെയ്ത് വെക്കണം. ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രയലിന് വേണ്ടിയിട്ട് വെറുതെ വെച്ച് നോക്കാണ്. ഇപ്പോൾ ലാസ്റ്റ് ഇങ്ങനെ ഒന്നല്ല ഞാൻ ഫിക്സ് ചെയ്തത്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി മാറ്റി വെച്ച് ലാസ്റ്റ് ഒരു ഇതിൽ പൊസിഷനിൽ കൺഫേം ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ലാസ്റ്റ് വരെ കണ്ടുനോക്കൂ. ഇനി ഡെസ്ക് മൊത്തത്തിലൊന്ന് തുടക്കണം. നല്ല പൊടിയായിട്ട് എടുക്കണേ. ഫുള്ളായിട്ടൊന്ന്
കംപ്ലീറ്റ് തുടച്ചെടുത്തിട്ട് പൊടിയൊക്കെ പോക്കിയിട്ട് എടുക്കാം. പിന്നെ ഇത് ഒക്കെ സെറ്റ് ചെയ്യണതിന്റെ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാമറ ഓൺ ആക്കി വെച്ചിട്ടുണ്ടായിന്. അതിന്റെ ഇടയിൽ എപ്പോഴോ അത് ഓഫായിട്ട് സ്റ്റോറേജിന്റെ കുറച്ച് പ്രശ്നമുണ്ട്. അത് നമ്മൾ അറിയാണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ക്യാമറ ഓഫായിട്ട് പോയി. ഞാനാണെങ്കിൽ ക്യാമറ വീഡിയോ റെക്കോർഡ് ആവണ്ടല്ലോ എന്നുള്ളതിൽ അങ്ങനെ അങ്ങോട്ട് ചെയ്തു പോയി. ലാസ്റ്റ് ഫോൺ എടുത്ത് നോക്കിയപ്പോഴാണ് ഇത് ശ്രദ്ധപ്പെട്ടത്, ഇതൊന്നും റെക്കോർഡ് ആയിട്ടില്ല എന്നുള്ളത്. സോറി ഗൈസ്. പിന്നെ നമ്മൾ നേരത്തെ കണ്ട പെഗ് ബോർഡിനെ പോലെ തന്നെ ഈ ഇലകള്, ഇതും അങ്ങനത്തെ ഒരു എസ്തെറ്റിക് മോഡൽ ഡെസ്കിന്റെ ഇതിലൊക്കെ കമ്പൽസറി ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ അതും ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിന്. പിന്നെ അതുപോലെ തന്നെ ഫെയറി ലൈറ്റ്സും, അത് ഞാൻ ബാറ്ററി ഉള്ളത് നോക്കിച്ച് വാങ്ങിച്ചു തന്നെയാണ്. കാരണം ഇവിടെ സ്വിച്ചിൽ കണക്ട് ചെയ്യൽ കുറച്ച് എടുങ്ങാറ് പിടിച്ച പരിപാടിയാണ്. പിന്നെ ബാറ്ററി ഉള്ളത് നോക്കി വാങ്ങിച്ചു. പിന്നെ അടുത്തായിട്ട് വാങ്ങിച്ചൊരു ഐറ്റം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് ആമസോണിൽ തന്നെയാണ്, നിങ്ങൾക്ക് കണ്ട മനസ്സിലാവും. അത് ഒരു വൈറ്റ് കളർ ക്ലോക്കാണ്, ഡിജിറ്റൽ ക്ലോക്കാണ്. ഞാൻ ഇത് കുറച്ചായിട്ട് നോക്കി വെച്ചിട്ടുണ്ടായിനാണ്. ബിക്കോസ് ഈ ഒരു വൈറ്റ് ടേബിളും അതുപോലെ പെഗ് ബോർഡും ഇതൊക്കെ വരുമ്പം അതിലേക്ക് ഈ ക്ലോക്ക് കൂടി വന്നാൽ കുറച്ച് നൈസായിരിക്കും എന്നെനിക്ക് തോന്നി. അപ്പോൾ അതും കൂടി വാങ്ങിച്ചു. പിന്നെ ഇതൊരു അടിപൊളി സംഭവമാണ്, അലാമൊക്കെ സെറ്റ് ചെയ്യാം. അതുപോലെ ഇതിൽ ടെമ്പറേച്ചർ കാണിക്കാൻ തോന്നുന്നുണ്ട്. പിന്നെ ഡേറ്റ്, മന്ത്, ഇയർ ഇതൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കണ്ടു. ഇത് പിന്നെ ഇങ്ങനെ ലൈറ്റിന്റെ ഓപ്ഷൻ ഉണ്ട്. ഇങ്ങനെ ലൈറ്റ് എത്തും, രാത്രി സമയത്ത് ലൈറ്റ് എത്തിക്കുമ്പം നല്ല അടിപൊളിയാണ് കാണാനായിട്ട്, ഒരു എസ്തെറ്റിക് ലുക്കാണ്. ഇനി ഈ കണ്ട സാധനത്തിലൊക്കെ നമുക്ക് കുറച്ച് ഐറ്റംസ് സെറ്റ് ചെയ്ത് വെക്കണം. ഞാൻ ഇതിലൊക്കെ എനിക്ക് ഡെയിലി യൂസ് ചെയ്യുന്ന സംഭവങ്ങളാണ് ഇത് ഇട്ട് വെക്കണത്. നമ്മളിപ്പോ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ്. ഞാൻ ഇപ്പോൾ കുറച്ച് ബ്രഷ് പെൻസ് എൻ്റെ കയ്യിൽ രണ്ട് ടൈപ്പ് ഓഫ് ഉണ്ടായിരുന്നു, പേസ്റ്റൽ ഷെയ്ഡും നോർമൽ ഷെയ്ഡും. അത് ഒന്നിലിട്ട് വെച്ചു. പിന്നെ ജെൽ പെൻസ്, അതുപോലെ കുറച്ച് ക്യൂട്ടായിട്ടുള്ള പെൻസൊക്കെ ഉണ്ട്. അത് പിന്നെ നമ്മുടെ കട്ടർ, ബ്ലേഡ്, അതുപോലെ അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ വെക്കണുണ്ട്. പിന്നെ CD മാർക്കർ, അതുപോലെ സിസേഴ്സ്, അങ്ങനത്തെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എങ്ങനത്താണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന്. അതുപോലത്തെ സംഭവങ്ങളൊക്കെ ഇട്ട് വെക്കണുണ്ട്. പിന്നെ സ്റ്റേപ്ലറിന്റെ പിന്ന്, അതുപോലെ നമ്മുടെ മിനി കട്ടർ, ഹൈലൈറ്റേഴ്സ്, ഡെയിലി യൂസ് വരുന്ന ഐറ്റംസ് ഉണ്ടല്ലോ. പിന്നെ ഞാൻ ഈ ഓരോ ബോക്സിലും സ്റ്റിക്കേഴ്സ് ഒട്ടിക്കണുണ്ട്. ഇതിപ്പോ ഞാൻ റീസെന്റ് വാങ്ങിച്ചൊരു സംഭവമാണ്, കവായി സ്റ്റിക്കേഴ്സ്. അപ്പോൾ കുറച്ച് ക്യൂട്ട്നെസ് ആവാലോ, അങ്ങനെ ഉദ്ദേശിച്ച് ചെയ്താണ്. എന്തായാലും എല്ലാ ദിമലും 1-2 സ്റ്റിക്കേഴ്സ് ഞാൻ ഒട്ടിക്കുന്നുണ്ട്. അപ്പോ എല്ലാത്തിലും ഞാൻ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാലോ. കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഇതാണ് ഫൈനലായിട്ട് ഞാൻ അങ്ങനെ സെറ്റ് ചെയ്തത്. പിന്നെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിനെ 3 കമ്പാർട്ട്മെന്റ്സ് ഉള്ള പെൻ ഹോൾഡർ. അപ്പോൾ ഇതിൽ ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ പെയിന്റ് ബ്രഷസ് ആണ് പെയിന്റിങ് ചെയ്യുന്ന. ഇതിൽ കുറച്ച് കൂടുതലുള്ളത് ഫ്ലാറ്റ് ബ്രഷസ് ആണ്. റൗണ്ട് ബ്രഷസ് ഞാൻ യൂസ് ചെയ്യൽ കുറവാണ്, കൂടുതലും പോയിന്റഡ് ആയിട്ടുള്ള റൗണ്ട് ബ്രഷസ് യൂസ് ചെയ്യും. പിന്നെ നമ്മുടെ പാലറ്റ് നൈഫ്സ് ഉണ്ട്, അതുപോലെ ബ്രഷ് പെയിന്റിങ് ചെയ്യുന്ന ആ സംഭവം ഉണ്ടല്ലോ, പേരൊക്കെ ഞാൻ മറന്നുപോയി ഗൈസ്. അപ്പോൾ അതൊക്കെ ആണ് ഇതിലിട്ട് വെക്കണത്. ഇനി ഉള്ള പരിപാടി എന്താ വെച്ചാൽ ഇത് മൊത്തത്തിലൊന്ന് ഈ പെഗ് ബോർഡിന്റെ ഇതില് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം. ഞാൻ ഫസ്റ്റ് ആ ഒരു കോർണറിലായിട്ട് വെക്കണ തന്നെ ഞാൻ എൻ്റെ ആ ബ്രഷ് ഇട്ട് വെച്ച സംഭവമാണ്. പിന്നെ നമ്മുടെ ഈ ട്രേ പോലത്തെ സാധനം. പിന്നെ ഇങ്ങനെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് അങ്ങനെ ചെയ്യാലോ. ഇതിപ്പോ എല്ലാ കാലത്തും ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. കുറച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെ ഈ സംഭവങ്ങളൊക്കെ ഒന്നുകൂടി മാറ്റും.
ഇതിന്റെ പ്ലേസ് ഒക്കെ. അപ്പോ അങ്ങനെ പിന്നെ ഈ ഒരു കുട്ടി നൈറ്റ് ലാമ്പ് ഇത് ഞാൻ ഡൈക്കട്ട് സ്മാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിന്റെ ഒരു വീഡിയോ ഞാൻ ഇൻഷാല്ലാ നെക്സ്റ്റ് പോസ്റ്റ് ചെയ്യും. കുറച്ച് ഐറ്റംസ് ഞാൻ ഡൈക്കട്ട് സ്മാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ അൺബോക്സിങ്ങും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ നെക്സ്റ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യാം ഇൻഷാല്ലാ. അപ്പോൾ അതങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാം, നിങ്ങൾ കണ്ടോക്കെ. പിന്നെ ഈ ഹുക്കിലൊക്കെ ഞാൻ ചെയ്തെന്താ വെച്ചാല് എൻ്റെ കുറച്ചധികം കീ ചെയിൻസ് ഉണ്ട്. എനിക്ക് ഇങ്ങനെ കീ ചെയിൻസ് ഒക്കെ കളക്ട് ചെയ്യുന്ന പരിപാടിയാണ്. സംഭവം നൈസല്ലേ. അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കീ ചെയിൻസ് ഞാൻ അങ്ങനെ ആ ഹുക്കിൽ ഹാങ് ചെയ്തിട്ട് ഇടാ ചെയ്തേ. പിന്നെ അടുത്തൊരു ഐറ്റം വരുന്നത് ഈ ഒരു ഓർഗനൈസർ ആണ്. ഇത് കുറച്ച് ഐറ്റം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതാ. ഇതും ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. പിന്നെ ഈ റൗണ്ട് ആയിട്ടുള്ള ഈ പെൻ ഹോൾഡർ ഞാൻ ഇവിടെ അടുത്ത് ഉള്ളൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാ. അപ്പോൾ ഇതിൽ കുറച്ചധികം ഐറ്റംസ് ഇടാനുണ്ട്. ഞാൻ സ്കൂളിൽ പോകുമ്പം യൂസ് ചെയ്യുന്ന കുറച്ച് ഹൈലൈറ്റേഴ്സും പെന്നും അതുപോലെ പെൻസിലും കളർ പെൻസും അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ ആയിട്ട് ഇത് ഫിൽ ചെയ്തിട്ട് നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കണം. ഇനിയുള്ളത് വെച്ചാല് കുറച്ച് ബുക്സ് അറേഞ്ച് ചെയ്യാനുള്ളതാണ്. ഞാൻ സ്കൂളിൽ പോകുമ്പോൾ യൂസ് ചെയ്യുന്ന ബുക്സും അതുപോലെ പഠിക്കാനായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് ബുക്സും പിന്നെ ടെക്സ്റ്റ് ബുക്സ് എൻ്റെ സ്കൂളിലെ. അപ്പൊ ഗായ്സ് ഇതാണ് ഡെസ്കിന്റെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമായോ? കമന്റ് ചെയ്യട്ടോ എങ്ങനെയുണ്ട് എന്ന്. അപ്പോ എൻ്റെ ഒരുപാട് കാലത്തെ ആഗ്രഹമാണ് ഒരു ഇങ്ങനത്തെ ഒരു സെറ്റപ്പ്. അതായത് പഠിക്കാനായാലും ഇരുന്നിട്ട് വർക്ക് ചെയ്യാനായാലും ഒക്കെ. അൽഹംദുലില്ലാ ഇപ്പൊ ഒരു അടിപൊളി സ്ഥലമുണ്ട്. ഇതിന്റെ നൈറ്റ് വ്യൂ ആണ് മക്കളെ, അടിപൊളി. എനിക്ക് പേഴ്സണലി ഇഷ്ടമായത് നൈറ്റ് ഇങ്ങനെ കാണാനാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല രസമുണ്ട് കാണാൻ. എങ്ങനെയുണ്ട് നിങ്ങൾ കമന്റ് ചെയ്യാട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഞാൻ വീഡിയോസ് ഇടുന്നതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ ഇൻഷാല്ലാ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.